നമുക്കറിയാം ഇവിടെ വലിയ ചൂടാണ്, പക്ഷെ ആ ചൂടൊന്നും ഏൽക്കാത്ത തണുത്ത മനസ്സോട് കൂടിയ ആവേശ ചൂടാണ് അല്ലേ ഇവിടെ. ഇപ്പോൾ സൂര്യാഘാതം ഏൽക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. കടുത്ത ചൂടാണ്, ഒരു സംശയമില്ല. ഈ മത്സരാവേശത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള കൊടും ചൂടാണ് ഈ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വേദിയായ. പക്ഷെ അതൊന്നും ആരെയും ഏൽക്കുന്നില്ല. എല്ലാവരും അത്രത്തോളം ആവേശ ചൂടിലാണ്, എല്ലാവരും കലോത്സവത്തിന്റെ ചൂടിലാണ്. കലയുടെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത്. കുട്ടികളാണ്, അവർക്ക് തന്നെയാണ് പ്രാധാന്യവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS തുടങ്ങിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കുട്ടികളുടെ വിഭാഗമുണ്ട്. അല്ലാതെ നിരവധി കുട്ടികൾ വിവിധ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. അവരിലേക്ക് കൂടി നമുക്ക് പോകണം. അവരെല്ലാം നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നിൽക്കുകയാണ്. ഹലോ, എന്താ പേര്? നാളെ വരുന്നുണ്ടോ? നാളെ വരുന്നില്ല. എങ്ങനെയുണ്ട് കലോത്സവം? കലോത്സവത്തിന്റെ തുടക്ക ദിവസമാണ് അല്ലെ? എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? പേരെന്താ? അഖിലേഷ്. അഖിലേഷ്, എന്താ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ? കുഴപ്പമില്ല. നിങ്ങളാണല്ലോ ഇവിടെ സുരക്ഷ ഒരുക്കുന്നത്, എല്ലാവരും പറയുന്നത്. അല്ലല്ല, നിങ്ങള് എന്നെ ടീച്ചറെ എന്നാണ് വിളിക്കുന്നത്. അവരെല്ലാം മൈൻഡ് ഔട്ട് ആയിട്ട് നിൽക്കണം. അത്രത്തോളം ഇങ്ങനെ ചെറുപ്പക്കാരുടെ മാത്രം നിന്നാ പറ്റില്ല. ഇപ്പൊ പിള്ളേരോട് ചോദിക്കാം, എത്ര ധൈര്യമാണ് നിങ്ങൾക്ക്? മക്കൾ എങ്ങനെയുണ്ട് കലോത്സവം? സൂപ്പർ ആയിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ റോള്? എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ വിസിറ്റിങ്ങിന് വന്നേ. ശരി, അവര് വിസിറ്റിങ്ങിന് വന്നതാണ്. അവര് എന്നാലും ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരിവിടെ ഉണ്ട്. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയും ചൂടിൽ പോലും ഒരു കൊട പോലും ചൂടാതെ അത്രത്തോളം ആവേശത്തിലാണ് അല്ലേ കൃഷ്ണരാജ്? നമ്മളും അങ്ങനെ തന്നെയാണ്. കുട എന്നുള്ളത് ഒരു കാര്യമേ അല്ല ഇവിടെ. ആവേശത്തിന്റെ കുട പിടിച്ച് എല്ലാവരും നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ചൂട് എവിടെ ഏൽക്കാനാണ്? ഏതായാലും നമുക്ക് പിന്നിലായി കാണുന്നത് ഇന്ന് രാവിലെ പതാക ഉയർത്തി, അതിൽ തന്നെ ഒരു വൈവിധ്യത്തിന് ശ്രമിച്ചിട്ടുണ്ട് സംഘാടകർ. വീണയ്ക്ക്, അതായത് ഒരു കലയുടെ ദേവതയെ, അത് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഏതായാലും അതിനു മുമ്പിൽ ഇതുപോലെ തന്നെ ഇവിടെ കാണാനായി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടികൾ നിരന്നിരുന്ന് അവരുടെ ഫോട്ടോ സെഷൻ അവിടെ ഉണ്ട്. അവരൊക്കെ വളരെ വൈബ്രന്റ് ആണ്, ഒരു വൈബ് തന്നെയാണ്. അവരിലേക്ക് കൂടി എത്താം. അവർ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവേണ്ടതുണ്ട്. ജനം ടിവിയുടെ വലിയ ആരാധകരാണെന്ന് തോന്നുന്നു. നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. ഹലോ, ഏത് സ്കൂളാണ്? നെടുമങ്ങാട് ഗേൾസ്. എന്റെ സ്വദേശമാണ് ഗൈസ്. എന്റെ വീട് നെടുമങ്ങാടാണ്. എന്തായാലും നെടുമങ്ങാടിന്റെ ചൊണക്കുട്ടികളാണ്. ഗേൾസ് ഹൈസ്കൂൾ അല്ലേ? ഗേൾസ് ഹൈസ്കൂളിന്റെ ചൊണക്കുട്ടികളാണ്. കുറച്ച് വൈബ് കൂടിയ ഒരാളുണ്ട്. കലോത്സവം നിങ്ങളൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളല്ലേ? നമുക്ക് പാടുന്നവരാരുണ്ട്? അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. അടിപൊളി അടിപൊളി. ഈ കൂട്ടത്തിൽ മത്സരിക്കാനായി എത്തിയിട്ടുണ്ടോ? കാണാനായിട്ടല്ലാതെ ഇല്ല. പക്ഷെ ഇവിടെ കൂട്ടത്തിൽ കൂടുതൽ കലാകാരികളാണെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതൽ മിമിക്രി, മോണോ ആക്ട്. ശിശുദിനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. വളരെയധികം വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. HM ആണ് സ്കൂളിന്റെ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ കലോത്സവം? നല്ല അനുഭവമാണ്. കാരണം ഞങ്ങൾക്ക് ലൈവായിട്ട് ഈ പരിപാടി നമ്മുടെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് ലൈവായിട്ട് കാണാൻ പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു. ഏതായാലും ഞങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ ഒരു മംഗലങ്ങൾ ഇന്നലെ ഇവിടെ അവതരിപ്പിച്ചിരുന്നു നിയമസഭയുടെ മുന്നിൽ. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു അനുഭവമാണ് നമുക്ക് ഇന്നിവിടെ വന്നതിൽ, ഞങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിലും ഒക്കെ സന്തോഷമുണ്ട്. എന്തായാലും എൻ്റെ സ്വന്തം നാടായ നെടുമങ്ങാടിന്റെ പുലികളാണ്